അങ്ങനെ അഭിയാണ് മൂർത്തീസ് ജ്വല്ലറിയെ ചതിച്ച് AM ജ്വല്ലറിയുടെ കൂടെ കൂടി ആദർശിനെ ജയിലിലാക്കാൻ നോക്കിയത് എന്ന ആ നഗ്നസത്യം അനി തിരിച്ചറിയുന്നുണ്ട്. ആദർശ് ജയിലിലായിട്ടില്ല എന്ന സന്തോഷ വാർത്ത അനന്തപുരിയിൽ എല്ലാവരും അറിയുന്നുണ്ട് എങ്കിലും അഭിക്കത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. എന്താ നടന്നതെന്ന് അഭിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. AM ജ്വല്ലറിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അഭി നോക്കുന്നുണ്ട് എങ്കിലും അവിടെ നിന്ന് ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന അഭിയെ കണ്ടപ്പോൾ ജലജയ്ക്കും നവ്യക്കുമുള്ള ആ ഒരു സന്തോഷം അങ്ങ് കെട്ടുപോയി. അവരുടെ ഒരു ആഹ്ലാദം അധിക നേരമൊന്നും നീണ്ടു നിൽക്കാത്തത് കൊണ്ട് തന്നെ ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ജലജ അഭിയെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി തന്നെ കഴുത്തിനങ്ങ് കുത്തിനെ പിടിച്ചു. ആ സമയത്താണ് സന്തോഷം കൊണ്ട് തന്നെ അനി മുറിയിലേക്ക് വരുന്നത്. ജലജ അഭിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആ ഒരു ശബ്ദം തന്നെ അനി കേൾക്കും. എന്തോ പന്തികേട് തോന്നിയ അനി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഡോറിന്റെ അടുത്ത് നിന്ന് അവർ പറയുന്നതൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ കേൾക്കുകയാണ് അനി. ജലജ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് അഭി പല സത്യങ്ങളും തുറന്നു പറയുന്നതും അനി ഇത് കേൾക്കുന്നതും ആദർശിനെ കൊടുക്കാൻ AM ജ്വല്ലറിയുടെ കൂടെ നിന്ന് അഭിയാണ് എന്ന് അറിഞ്ഞതോടു കൂടെ തന്നെ അനി അവിടെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അനിയുടെ നിയന്ത്രണം അങ്ങ് വിട്ടു. അവൻ നേരെ ചെന്ന് അഭിയുടെ കഴുത്തിനങ്ങ് കുത്തിപ്പിടിച്ചു. അഭിയെ കുത്തിനു പിടിച്ചതിന് ശേഷം പിന്നീട് നടക്കുന്നത് വലിയ പുകില് തന്നെയായിരിക്കും. മിക്കവാറും അഭിയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കും. നവ്യ സത്യമെല്ലാം തന്നെ തിരിച്ചറിയുന്ന ഒരു അടിപൊളി സൂപ്പർ കിടുക്കാച്ചി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആദർശ് ജയിലിലായിട്ടില്ല എന്ന ശുഭവാർത്ത അനന്തപുരിയുടെ അകത്തളങ്ങളിൽ ഒരു വലിയ ആശ്വാസമായി പടരുകയായിരുന്നു. ദേവയാനി നയനയുടെ അരികിലെത്തി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചു. മോളെ, നിന്റെ വിഷമമൊക്കെ മാറിക്കിട്ടിയല്ലോ. ആദർശ് ആരെക്കാളും മുൻപേ നിന്നെ തന്നെ വിളിച്ചത് കണ്ടില്ലേ? അതിൽ തന്നെയുണ്ട് മോളോട് അവനുള്ള സ്നേഹം എന്ന ദേവയാനിയുടെ വാക്കുകൾക്ക് ജാനകിയും ജയനും തലകുലുക്കി സമ്മതം മൂളി. അതേ ഏട്ടത്തി, മുത്തശ്ശനെ പോലും വിളിക്കുന്നതിന് മുൻപേ തന്നെ അവൻ നയനമോളെ വിളിച്ചുവെങ്കിൽ എന്റെ മോന് ഇവൾ ജീവനാണെന്നർത്ഥം. ജയൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാവരുടെയും ശ്വാസമൊന്ന് നേരെ വീണ നിമിഷമായിരുന്നു അത്. ഈ സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ആവേശമുണ്ടായിരുന്നു. ആഹാ, എല്ലാവരും ഇവിടെയുണ്ടല്ലോ. ഏട്ടത്തി അറിഞ്ഞോ ഏട്ടൻ വിളിച്ച കാര്യം? അനിയുടെ ആ ഒരു ചോദ്യത്തിന് എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകുമെന്ന് നയന മറുപടി നൽകി. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശനെ കണ്ടതും അനി ആവേശത്തോടെ അടുത്തു ചെന്നു. മുത്തശ്ശൻ ആള് കില്ലാടി തന്നെയാണ് കേട്ടോ. എന്റെ ഏട്ടനെ പുഷ്പം പോലെയല്ലേ പുറത്തിറക്കിയത് എന്ന് അനി ചോദിച്ചപ്പോൾ താനൊന്നുമല്ല, എല്ലാം വിധി പോലെ നടന്നതെന്നായിരുന്നു മുത്തശ്ശന്റെ ശാന്തമായ മറുപടി. എന്നാലും തന്റെ വക ഒരു ചക്കര ഉമ്മ മുത്തശ്ശന് വേണമെന്ന് പറഞ്ഞ് അനി അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. മുത്തശ്ശിക്ക് പരിഭവം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അനി ഒരു ഉമ്മ നൽകി. എല്ലാവർക്കും ഈ മുത്തശ്ശനെ മതി. ഇങ്ങനൊരു വയസ്സായ കിളവി ഇവിടെ ഉണ്ട് എന്ന കാര്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആവോ എന്ന് മുത്തശ്ശിയുടെ പരിഭവം കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്നാൽ ഹാളിന്റെ മറ്റൊരു വശത്ത് ഈ ഒരു സന്തോഷമൊന്നും തന്നെ ദഹിക്കാതെ ജലജയും നവ്യയും നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുൻപ് വരെ മരണവീട് പോലെ ഇരുന്ന ഇവരുടെ ഈ ഒരു സന്തോഷമെല്ലാം തന്നെ കണ്ട് അവർക്കൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോ ആ ഹാളിൽ വലിയ ചിരിയാണ് പടരുന്നത്. ആദർശ് പുറത്തിറങ്ങിയുവെന്ന് ജലജ പിറുപിറുത്തു. അമ്മ എന്താ ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്നത് എന്ന് നവ്യ ചോദിച്ചപ്പോൾ തന്റെ ശത്രുക്കൾ കരഞ്ഞു കാണണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ജലജ മറുപടി പറഞ്ഞു. ജലജയ്ക്കുണ്ടായ ഭയം അഭിയെയും ബാധിച്ചിരുന്നു. അഭി അപ്പോൾ അനാമികയുടെ വീട്ടിലായിരുന്നു. തന്റെ അമ്മയുടെ ഫോൺ വന്നതും അവൻ വലിയ പ്രതീക്ഷയോടെ ആ ഒരു കോൾ എടുത്തു. അമ്മേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ജയിലിൽ നിന്നും ഇറങ്ങിയില്ലെന്ന് ഉറപ്പല്ലേ എന്ന അഭിയുടെ ചോദ്യത്തിന് എടാ മോനെ, നമ്മുടെ സന്തോഷത്തിന് അധികം ആയുസില്ലെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും പടക്കം പൊട്ടിക്കുന്ന സന്തോഷത്തിലാണ് എന്ന് ജലജയുടെ മറുപടി അഭിയെ ഞെട്ടിച്ചു. ഗൾഫിലെ AM ജ്വല്ലറിയിലെ സ്വാധീനം വെച്ച് ആദർശിനെ കൊടുക്കാമെന്ന അവന്റെ കണക്കൂട്ടലുകളെല്ലാം തന്നെ പിഴക്കുന്നതായിരുന്നു. നീ എങ്ങനെയെങ്കിലും ആ മാനേജറെ വിളിച്ചിട്ട് സത്യം അന്വേഷിക്കുക എന്ന് ജലജ കർശനമായി പറഞ്ഞു. ഫോൺ വെച്ചതിന് ശേഷം അഭി ആകെ അസ്വസ്ഥനായി. അനാമികയും കുടുംബവും അഭിയോട് കാര്യം തിരക്കിയെങ്കിലും അവൻ അതെല്ലാം തന്നെ ഉള്ളിലൊതുക്കി അവിടെ നിന്നും വേഗം തന്നെ ഇറങ്ങി. മൂർത്തി ജ്വല്ലറി അതപ്പതിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാണ് ഞാനേ എന്ന് രേവതി പറയുമ്പോൾ പടക്കം വാങ്ങാനുള്ള കാശ് അവർ തന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചു. ആ കാശ് ഒരു സ്ത്രീയുടെ പേഴ്സിൽ നിന്നും മോഷ്ടിച്ചതാണെന്ന സത്യം രേവതിക്ക് ഒരു ലജ്ജയും ഉണ്ടാക്കിയിരുന്നില്ല. അങ്ങനെ അനന്തപുരിയിൽ നവ്യ നയനയുടെ അരികിലേക്ക് എത്തി വീണ്ടും വിഷം ചീറ്റാൻ തുടങ്ങി. എന്താ നയനെ, നിന്റെ കെട്ടിയൊരു മൂന്നാമത് ഒരു പെണ്ണിനെയും കൂടി കെട്ടി ജയിലിലേക്ക് പോയിട്ട് അവിടെ നിന്നും പണം കൊടുത്ത് പുറത്തിറങ്ങിയോ? നവ്യയുടെ ആ ഒരു പരിഹാസത്തിന് നയന ശക്തമായി തന്നെ മറുപടി നൽകി. എന്റെ ഏട്ടൻ, എന്റെ ആദർശേട്ടൻ ഒരിക്കലും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കുറപ്പാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുഷ്പം പോലെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമെന്ന് എനിക്കുറപ്പായിരുന്നു. നയന തറപ്പിച്ചു പറഞ്ഞു. തന്റെ ഭർത്താവ് ചതിയിലൂടെയാണ് പുറത്തു വന്നത് എന്ന് നവ്യ ആവർത്തിക്കുമ്പോൾ സ്വന്തം അനിയത്തി സ്വത്തിനു വേണ്ടി ഇത്രയും തരം താഴ്ന്നു എന്ന് നയന സങ്കടപ്പെട്ടു.
ചന്തുമോൾ എന്ന കുഞ്ഞിനെ ലക്ഷ്യം വെച്ച് നവ്യ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വന്നു. നിർത്തടി നിന്റെ സംസാരം. എന്റെ മോന്റെ കുഞ്ഞിനെക്കുറിച്ച് നീ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങ് വിവരമറിയുമെന്നൊക്കെ അവർ നവ്യക്ക് താക്കീത് നൽകി. കറിവേപ്പിലെ പോലെ ഒരു ദിവസം AM ജ്വല്ലറിക്കാർ നിന്നെ വലിച്ചെറിയുമെന്നും അന്ന് നിനക്ക് സത്യമെല്ലാം തന്നെ മനസ്സിലാക്കുമെന്നും അവർ നവ്യയെ ഓർമ്മിപ്പിച്ചു. പിന്നെ അടുക്കളയിൽ പണി ചെയ്യുന്ന ജലജയുടെ അടുത്തേക്ക് ചെന്ന ദേവയാനി അവർക്ക് കുറേയധികം പണികൾ നൽകിക്കൊണ്ടേയിരുന്നു. ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ മോൻ ജയിലിൽ നിന്നും ഇറങ്ങിയ ദിവസം. അതുകൊണ്ട് ഇന്ന് നല്ല പായസം വേണം. അവരുടെ ആ ഒരു പ്രഖ്യാപനം ജലജയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അഭി വീട്ടിലെത്തുമ്പോൾ ദേവയാനി അവനെ കളിയാക്കി ഗാർഡനിലെ പുല്ലെല്ലാം തന്നെ വെട്ടിക്കാൻ ഏൽപ്പിച്ചു. പിന്നീട് അങ്ങനെ അഭി അമ്മയുടെ മുറിയിലേക്കെത്തി തന്റെ ചതികൾ വിവരിക്കുകയായിരുന്നു. അമ്മേ, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അമ്മേ, അനാമികയുടെ സ്വർണം പണയം വെച്ച് 5 ലക്ഷം രൂപയാണ് ഞാൻ ആ മാനേജർക്ക് കൊടുത്തത്. 10 ലക്ഷം രൂപ കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന അബിയുടെ വെളിപ്പെടുത്തൽ വാതിലിന് പുറത്തുനിന്ന് അനി വ്യക്തമായി തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അനി അതിലൂടെ തന്റെ മുറിയിലേക്ക് പാസ് ചെയ്യുന്ന സമയത്തായിരിക്കും അബിയും ജലജയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനി കേൾക്കാൻ ഇടവരുന്നത്. തന്റെ ആദർശേട്ടനെ ഗൾഫിലെ ജയിലിൽ ചതിക്കുഴിയിൽ വീഴ്ത്തിയത് അബിയാണ് എന്ന സത്യം അനി തിരിച്ചറിയുന്നുണ്ട്. അവൻ നേരെ മുറിയിലേക്ക് ഇരിച്ചു കയറി അബിയെ പുറത്തേക്കങ്ങ് വലിച്ചഴിച്ചു കൊണ്ടുവന്നു. ഹാളിന്റെ നടുവിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നുകൊണ്ട് തന്നെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അനി അബിയെ ക്രൂരമായി തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. എടാ, നീ അല്ലേടാ എന്റെ ആദർശേട്ടനെ ചതിച്ചത്. ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയ നിനക്കിനി ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല എന്നൊക്കെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനി അബിയുടെ കഴുത്തിനങ്ങ് പിടിച്ചുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് മർദ്ദിക്കുന്നത്. ഈ ബഹളം കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിക്കൂടി. അബി ചെയ്ത എല്ലാ തെറ്റുകളും അനി എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു. ചിലത് തന്റെ മകനെ ന്യായീകരിക്കാൻ നോക്കിയെങ്കിലും മുത്തശ്ശന്റെ കർണത്തടി അവർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. പാല് തരുന്ന കൈക്ക് തന്നെ കൊത്തിയല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അബിയോട് ദേഷ്യപ്പെട്ടു. എല്ലാവരും അവനെ വെറുപ്പോടെ നോക്കി. അബിയെയും ജലജയെയും ആ കുടുംബത്തിൽ നിന്ന് തന്നെ മുത്തശ്ശൻ പുറത്തിറക്കാൻ നോക്കിയെങ്കിലും നവ്യയും കുഞ്ഞും ഒരിക്കലും കഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രം മുത്തശ്ശൻ അവരെ തൽക്കാലം അങ്ങ് അകത്തേക്ക് കയറ്റിവിട്ടു. പിന്നീട് അങ്ങനെ കുറ്റവിമുക്തനാക്കി ആദർശ് ഏതായാലും വീട്ടിലേക്ക് വരുന്നതോടുകൂടി തന്നെ ഇതിനൊരു അന്തിമ തീരുമാനം ആദർശ് തന്നെ എടുക്കട്ടെ എന്ന ചിന്തയിലായിരുന്നു മുത്തശ്ശൻ. മുത്തശ്ശന്റെ കർക്കശമായ നിർദ്ദേശപ്രകാരം അബിയും നവ്യയും അകത്ത മുറിയിലേക്ക് വലിഞ്ഞുവെങ്കിലും അനന്തപുരിയിലെ അന്തരീക്ഷം അപ്പോഴും കനത്തു തന്നെയിരുന്നു. ഓരോ നിമിഷവും ഒരു യുഗമായി തന്നെ നയനക്ക് തോന്നി. തന്റെ ആദർശേട്ടൻ എപ്പോൾ ഈ പടിവാതിൽ കടന്നു വരുമെന്നോർത്തുള്ള കാത്തിരിപ്പായിരുന്നു നയന. ഹാളിൽ എല്ലാവരും നിശബ്ദമായിരിക്കുകയാണ്. അനി അപ്പോഴും ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഏട്ടനെ ചതിച്ച അബിയോടുള്ള പക അവന്റെ കണ്ണുകളിൽ ജ്വലിച്ചു നിന്നു. പെട്ടെന്നാണ് ഉമ്മറത്ത് ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. എല്ലാവരും ഒരേ ആവേശത്തോടെ വാതിലിലേക്ക് നോക്കി. തളർന്ന പാദങ്ങളോടെ എന്നാൽ മുഖത്ത് തളരാത്ത ആത്മവിശ്വാസവുമായി ആദർശ് അകത്തേക്ക് കടന്നു വന്നു. നയനയുടെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞൊഴുകി. അവൾ ഓടിച്ചെന്ന് ആദർശിന്റെ അരികിലേക്ക് ചെന്ന് ആദർശിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ദേവയാനിയും ജാനകിയും ആദർശിനെ സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു. മുത്തശ്ശൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ആദർശിന്റെ അരികിലേക്ക് എത്തി. അവന്റെ തോളിൽ തട്ടി പറഞ്ഞു, നീ വന്നല്ലോടാ മോനെ. ഈ അനന്തപുരിയുടെ ഐശ്വര്യം തിരിച്ചു വന്നിരിക്കുന്നു. മുത്തശ്ശന്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായിരുന്നു. വിവരമറിഞ്ഞ ആദർശ് എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചുകൂട്ടി. അബിയും ജലജയും പേടിയോടുകൂടെ തന്നെ മുത്തശ്ശന്റെ മുന്നിൽ ഒതുങ്ങി നിന്നു. ആദർശ് തന്റെ ബാഗിൽ നിന്നും ചില രേഖകൾ അങ്ങ് പുറത്തെടുത്തു. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കധിക സമയമൊന്നും വേണ്ടി വന്നില്ല മുത്തശ്ശ. പക്ഷേ എന്നെ കൊടുക്കാൻ നോക്കിയവരുടെ മുഖംമൂടി അഴിക്കാൻ എനിക്ക് ചില തെളിവുകളൊക്കെ അത്യാവശ്യമായിരുന്നു. ആദർശ് ശാന്തനായി പറഞ്ഞു. അവൻ തന്റെ ഫോണിലെ ഒരു റെക്കോർഡിംഗ്സ് അങ്ങ് പ്ലേ ചെയ്തു. AM ജ്വല്ലറിയിലെ മാനേജറും അബിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ വ്യക്തമായ ശബ്ദരേഖയായിരുന്നു അത്. 5 ലക്ഷം രൂപ കൈമാറിയതും ആദർശിനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതും അബി തന്നെയാണെന്ന് അതോടുകൂടെ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. സത്യം കേട്ട നവ്യ ആകെ തകർന്നുപോയി. താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന തന്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ചതിയനാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ അബിയുടെ അരികിലേക്ക് ചെന്ന് അവന്റെ ഷർട്ടിനങ്ങ് കുത്തിപ്പിടിച്ചു. അബി, നീ എന്താടാ ചെയ്തത്? എനിക്ക് വേണ്ടിയിട്ടായിരുന്നോ? ഇങ്ങനെ കള്ളത്തരത്തിലൂടെ നേടുന്നതൊന്നും തന്നെ എനിക്ക് വേണ്ടായിരുന്നു. നവ്യയുടെ കരച്ചിൽ ആ മുറിയിൽ അങ്ങ് മുഴങ്ങിക്കേട്ടു. ജലജ അപ്പോഴേക്കും തന്റെ മകനെ ന്യായീകരിക്കാൻ നോക്കി. എന്നാൽ ആദർശ് അവരെ തടഞ്ഞു. അപ്പച്ചി, അനാമികയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ കാശല്ലേ ഇവൻ ചതിക്കാനായി ഉപയോഗിച്ചത്. സ്വന്തം കുടുംബത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവന് ഇനി ഏതായാലും ഈ വീട്ടിൽ, അനന്തപുരി വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയും. മുത്തശ്ശൻ തന്റെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചു. അബി, നീ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ്. നവ്യക്കും കുഞ്ഞിനു വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ അനുവദിച്ചത്. പക്ഷേ നിനക്ക് ഇനി ബിസിനസ്സിലോ കുടുംബകാര്യങ്ങളിലോ ഒരു അവകാശവും ഉണ്ടാവില്ല. ഒരു സാധാരണ ജോലിക്കാരനെ പോലെ പോലും നിനക്കൊരു അവകാശവുമില്ല. നീ വെറുതെ ചുമ്മാ ഒരാളായി മാത്രം ഈ വീട്ടിൽ നിന്നാ മതി. നിന്റെ ഓരോ നീക്കവും ഇനി മുതൽ നിരീക്ഷിക്കപ്പെടും.
ജലജയുടെ അധികാരങ്ങളെല്ലാം തന്നെ അന്നത്തോടുകൂടെ അസ്തമിച്ചു. അവർ അടുക്കളയിലെ വെറുമൊരു സഹായി, വെറുമൊരു വേലക്കാരി പോലെയായി മാറി. നയനയുടെയും ആദർശിന്റെയും സ്നേഹത്തിനു മുന്നിൽ എല്ലാ ഗൂഢാലോചനകളും തകർന്നു വീഴുന്നുണ്ടായിരുന്നു. ആദർശ് നയനയുടെ കൈ പിടിച്ച് മുറിയിലേക്ക് നടക്കുമ്പോൾ അനന്തപുരിയിൽ സത്യത്തിന്റെ ഒരു ചെറിയ പുലരി ഉദിക്കുന്നുണ്ടായിരുന്നു. ചതിയന്മാർക്ക് ലഭിച്ച ഈ ശിക്ഷ എല്ലാവർക്കും ഒരു പാഠമായി മാറി. അനി തന്റെ ഏട്ടന്റെ വിജയത്തിൽ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്ന സത്യം നവ്യ കൂടി തിരിച്ചറിയുന്നതോടുകൂടി തന്നെ നവ്യ തന്റെ തെറ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കി. അങ്ങനെ പതുക്കെ ആദർശിന്റെയും നയനയുടെയും സ്നേഹത്തണലിലേക്ക് മാറാൻ നവ്യ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ പത്തരമാറ്റിൽ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.